ചരിത്രപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാലയിടാൻ ഭാഗ്യം ലഭിച്ച ആ ഒരു അനുഭവവും അതിൻ്റെ വിശേഷങ്ങളുമാണ് കേട്ടോ ഇന്നത്തെ. ഇടയ്ക്ക് ക്ഷേത്രത്തിൽ ഒന്ന് പോയി വരാൻ പറ്റി. അപ്പം കണ്ട പൂജയാണ് കേട്ടോ. അതാണ് മ്യൂട്ടാക്കാതെ നിങ്ങളെ കാണിച്ചത്. ഞാൻ നാഗർകോവിലിൽ നിന്നാണ് കേട്ടോ പൊങ്കാലയിടാൻ പോയത്. ട്രെയിനിൽ കയറിയപ്പോൾ തന്നെ ഭയങ്കര റഷായിരുന്നു. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടോ ഇത്. നോക്കിക്കേ, എത്രയോ ദിവസങ്ങൾ 3-4 ദിവസം മുമ്പ് തന്നെ ആളുകൾ അടുപ്പ് കൂട്ടി ബാഗുകളൊക്കെ വെച്ച് അവിടെ തന്നെ കിടക്കുകയാണ്. ആ അടുപ്പിൻ്റെ സ്ഥലം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവിടെ തന്നെ കിടക്കുകയാണ്. തൊട്ടടുത്ത് തലേ ദിവസം തന്നെ ആഹാര വിതരണമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. കുറേ സ്ഥലങ്ങളിൽ ഇങ്ങനെ ആഹാരങ്ങളൊക്കെ ഭക്തർക്ക് വിതരണം ചെയ്തുകൊണ്ടിരുന്നു. ഞാൻ എൻ്റെ ആങ്ങളയുടെ വീട്ടിലോട്ടാണ് കേട്ടോ പോയത്. അവിടുന്ന് ഞങ്ങൾ രാത്രി ഒരു 7:30 മണിയൊക്കെ ആയപ്പോഴാണ് പൊങ്കാലയുടെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് ഇറങ്ങിയത്. നഗരം മൊത്തം പൊങ്കാലയുടെ സാധനങ്ങൾ വിൽപ്പന മാത്രമായിരുന്നു. എവിടെ നോക്കിയിരുന്നാലും കലം, പൊങ്കാല ഇടാനുള്ള തവി, പിന്നെ തോർത്ത്, അരിയും ശർക്കരയുള്ള കിറ്റ്, പഴം, അങ്ങനെ സകല സാധനങ്ങളും അവിടെ വിൽക്കുമായിരുന്നു. നമുക്ക് ആവശ്യമുള്ളത് ഇഷ്ടമുള്ളത് തിരക്കി പിടിച്ച് നമുക്ക് വാങ്ങിക്കാം. പക്ഷേ നഗരത്തിൻ്റെ ഒരു സ്ഥലത്ത് പോലും കാല് കുത്താൻ പോലും സ്ഥലമില്ലാതെ ഭയങ്കര റഷായിരുന്നു. ഇത് ഏകദേശം കിഴക്കേക്കോട്ട അടുത്തായിട്ട് വരുന്ന ഒരു റോഡിലാണ് ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചത്. സാധനങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങിച്ചു തീർന്നത് ഒരു 8:30 മണിക്ക് തന്നെ വാങ്ങിച്ചു തീർന്നു. പക്ഷേ ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്താനായിട്ട് രാത്രി 12 മണിക്കാണ് ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്താൻ പറ്റിയത്. അത്രയ്ക്കും തിരക്കായിരുന്നു. സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ഈ ആറ്റുകാൽ പൊങ്കാലയിലേക്ക് ലോകത്തിൻ്റെ എത്രയോ ഭാഗങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പൊങ്കാല ഇടുന്നു എന്നുള്ള ഒരു ഗിന്നസ് റെക്കോർഡ് നേടിയ ഒരു പൊങ്കാലയാണിത്. പിറ്റേന്ന് രാവിലെ തന്നെ അടുപ്പൊക്കെ എല്ലായിടത്തും ആളുകൾ വന്ന് പിടിച്ച് രാവിലെ 7 മണി തൊട്ട് തന്നെ തെരളിയും മണ്ടപ്പുറ്റും ഒക്കെ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പുകളിലായി കഴിഞ്ഞു എല്ലാവരും. ഞങ്ങൾ കുറച്ച് ഇൻറ്റീരിയറിലോട്ടായിരുന്നു. അവിടെ ആറ്റുകാലിൻ്റെ പ്രദേശത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഇതൊന്നും അല്ല, നമുക്ക് കാല് വയ്ക്കാൻ സ്ഥലമില്ലാത്തതുപോലെയാണ് പൊങ്കാല അടുപ്പുകൾ. അതൊന്നും എനിക്ക് വീഡിയോയിൽ കിട്ടിയിട്ടില്ല. എന്തായിരുന്നാലും ആറ്റുകാലമ്മ നമ്മുടെ തമിഴിലെ ഇതിഹാസമായ ചിലപ്പതികാരത്തിലെ കണ്ണകിയുടെ അവതാരം എന്നറിയപ്പെടുന്ന ആറ്റുകാലമ്മ അമ്മ മധുര ദഹിപ്പിച്ചിട്ട് കൊടുങ്ങല്ലൂർ വഴി വന്ന് പ്രത്യക്ഷപ്പെട്ടതായിട്ടാണ് ഐതിഹ്യം. ഇടയ്ക്ക് ഞങ്ങൾ കുറേ സെൽഫി എടുപ്പുകളും ഒക്കെ അതിനിടയ്ക്കൂടെ ഉണ്ടായിരുന്നു. അതും വേണമല്ലോ. കട്ടകളിൽ അടുപ്പൊക്കെ കൂട്ടി എല്ലാം റെഡിയാക്കി വെച്ചിട്ട് എല്ലാവരും കാത്തിരിക്കുകയാണ്. രാവിലെ 9:30 മണിക്കാണ് ക്ഷേത്രത്തിനകത്തുള്ള പണ്ടാരടുപ്പിൽ തീ പുകയുന്നത്. ആ തീയാണ് അവിടുന്ന് ആ ക്ഷേത്രത്തിൻ്റെ പണ്ടാരടുപ്പിൽ നിന്ന് പകർന്ന് ആ പരിസരത്തുള്ള എല്ലാ അടുപ്പുകളിലേക്കും കൊടുക്കുന്നത്. ദൂരെയുള്ള സ്ഥലങ്ങളിൽ പൊങ്കാല ഇടുന്നവർക്കായിട്ട് അടുത്ത് ഏത് ക്ഷേത്രമാണുള്ളതെന്ന് വെച്ചാൽ അവിടുന്ന് പകർന്നു കൊടുക്കും. എന്തായിരുന്നാലും എത്രയോ നമ്മുടെ ആ സമയത്ത് തന്നെ നമ്മുടെ വളരെ രോമാഞ്ചം കൊള്ളിക്കുന്ന ഒരു അനുഭവമാണ് ആറ്റുകാൽ പൊങ്കാല. ദേവിയെ സ്തുതിച്ചുകൊണ്ട് ആഗ്രഹങ്ങളെല്ലാം നിറവേറണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും എത്ര ഭക്തി നിർഭരമായിട്ടാണ്, എത്ര കഷ്ടപ്പെട്ടാണ് എല്ലാവരും വന്ന് പൊങ്കാല ഇടുന്നതെന്ന് കാണുമ്പോൾ മനസ്സ് നിറഞ്ഞു പോവുമായിരുന്നു. ഞാൻ ഇടയ്ക്കൊന്ന് പുറത്തോട്ടിറങ്ങി 9:30 മണിക്ക് അകത്തുള്ള സമയത്ത് ഒന്ന് ആ റോഡിലോട്ടിറങ്ങി ഒന്ന് നോക്കി. ആ റോഡുകളിൽ സൈഡുകളിലൊക്കെ അടുപ്പുകളായിരുന്നു. ദേവിയുടെ പടം വെച്ചുള്ള പാട്ടുകളും ഓരോ കമ്മിറ്റി ഓഫീസുകളും റോഡിൻ്റെ സൈഡുകളും മുടുക്കുകളും എല്ലാം അടുപ്പുകൾ കൊണ്ട് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ കരമനയാറും കിള്ളിയാറും സംഗമിക്കുന്ന സ്ഥലത്താണ് ആറ്റുകാൽ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അങ്ങോട്ടെങ്ങും തിരിയാൻ പോലും പറ്റത്തില്ലായിരുന്നു. ഇല്ലെങ്കിൽ ഞാൻ അവിടെയുള്ള വീഡിയോ എന്തെങ്കിലും ഒരു ക്ലിപ്പെങ്കിലും എടുത്ത് ഞാൻ എൻ്റെ വീഡിയോയിൽ ആഡ് ചെയ്തേനെയായിരുന്നു. സമയം 9:30 ആവാറായിട്ടുണ്ട്. നിലവിളക്കൊക്കെ ഒരുക്കി സാമ്പ്രാണിയൊക്കെ കൊളുത്തി വെച്ച് ഒരുക്കി വെച്ച് കഴിഞ്ഞു. പണ്ടാര അടുപ്പിൽ നിന്ന് നമുക്ക് തീ എത്തിക്കഴിഞ്ഞു. എല്ലാവരും അവരവരുടെ അടുപ്പുകളിലേക്ക് തീ വാങ്ങിച്ച് കത്തിക്കാൻ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ നിമിഷം എന്ന് പറയുന്നത് അവിടെ നിൽക്കുമ്പോഴേ നമുക്കത് അനുഭവിക്കാൻ പറ്റുള്ളൂ. നമുക്ക് സത്യമായിട്ട് മനസ്സ് നിറയുന്ന ഒരു കണ്ണീന്ന് കണ്ണീര് വരുന്ന ഒരു സമയമാണ് ഈ തീ നമ്മൾ ആ പൊങ്കാല അടുപ്പിലോട്ട് കത്തിക്കുന്ന ആ സമയം. നല്ല വെയിലായിരുന്നു. അതൊന്നും നമുക്ക് അനുഭവപ്പെടുത്തേയില്ല. എങ്ങനെയെങ്കിലും ദേവിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ഭക്തി നിർഭരമായിട്ട് ആ പരിശുദ്ധതയോടുകൂടി ആ പൊങ്കാല ഇടണം എന്നൊരു മനസ്സ് മാത്രമേ നമ്മളിൽ ഉണ്ടാവുകയുള്ളൂ.
വെള്ളം തിളയ്ക്കുമ്പോഴത്തേക്ക് നമ്മൾ കൈ കൊണ്ട് അരി ഒരു 3 പ്രാവശ്യം ആ കലത്തിനെ ചുറ്റി നമ്മുടെ മനസ്സിൽ എന്താണ് ദേവിയോട് പറയാനുള്ളതോ അത് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ആ കലത്തിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. പക്ഷേ എനിക്കിപ്പോൾ അത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം ഞാനവിടെ നമ്മൾ പൊങ്കാല ഇട്ടുകൊണ്ട് നിൽക്കുകയല്ലേ, നല്ല വെയിലുമാണ്. പിന്നെ എനിക്ക് അത്യാവശ്യം ഒരാളുടെ അടുത്ത് കൊടുത്തെടുത്ത് തന്ന വീഡിയോകളെ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. പൊങ്കാല പായസവും മണ്ടപ്പുറ്റിൻ്റെ വീഡിയോയും ഒക്കെ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ മുകളിലോട്ടൊന്ന് കയറിപ്പോയി നോക്കണേ. പൊങ്കാല തിളച്ച് തൂവണം എന്നുള്ളതാണ് ഐതിഹ്യം. പൊങ്കാല തിളച്ച് തൂവുന്നുണ്ട്. ഓരോരുത്തർ ലളിതാ സഹസ്രനാമം മനസ്സിൽ ചൊല്ലുന്നുണ്ട്, വെളിയിൽ ശബ്ദം കേൾക്കുന്നുണ്ട്, ദേവിയുടെ ഗായത്രി മന്ത്രം ചൊല്ലുന്നുണ്ട്. എല്ലാ കൊണ്ടും ഭക്തിയോടുകൂടി പരിശുദ്ധതയോടുകൂടി ആ ഒരു സമയങ്ങൾ നീങ്ങിപ്പോകുന്നത് നമ്മൾ അറിയുകയേയില്ല. ആ ചൂടോ ഒന്നും തന്നെ നമ്മൾ ഏൽക്കില്ല. അപ്പോൾ പൊങ്കാലയെല്ലാം റെഡിയായി കഴിഞ്ഞു. എല്ലാവരും ഇനി അടുത്തത് വൈകിട്ട് വരെ കാത്തിരിക്കുകയാണ്. 3 മണിക്ക് നേദിക്കാൻ ആൾ വരും. പൊങ്കാല കലങ്ങളെല്ലാം താഴെ ഇറക്കി വെച്ചിട്ട് കാത്തിരിക്കുകയാണ്. നേദിക്കാനായിട്ട് പോയിട്ട് വന്നു കഴിഞ്ഞു. പുണ്യജലം തളിച്ച് പൊങ്കാല നമ്മൾ ഇട്ടുവെച്ച പൊങ്കാലയെല്ലാം നേദിക്കുകയാണ്. ഇനി ആ പൊങ്കാലക്കലങ്ങൾ എങ്ങനെയെങ്കിലും നമ്മുടെ വീടുകളിൽ എത്തിക്കണം എന്ന തത്രപ്പാടിലാണ് എല്ലാവരും. 6 മണി വരെ യൂബർ പോലും കിട്ടില്ല. 6 മണിക്ക് ഞങ്ങൾ ആറ്റുകാലിൽ നിന്ന് കാറിൽ റെയിൽവേ സ്റ്റേഷൻ വരെ എത്താനായിട്ട് 2 മണിക്കൂർ എടുത്തു. എങ്ങനെയെങ്കിലും തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഒരു കുഞ്ഞിന് പോലും കാല് വയ്ക്കാൻ സ്ഥലമില്ല. ടിക്കറ്റ് എടുത്തിട്ട് ട്രെയിനിൽ കയറി ഞാൻ എങ്ങനെയെങ്കിലും എൻ്റെ പൊങ്കാലക്കലം വീട്ടിൽ കൊണ്ടുവന്ന് എത്തിച്ചു. അടുത്ത വർഷം പൊങ്കാല പെട്ടെന്ന് തന്നെ എത്തണേ അമ്മേ എന്ന പ്രാർത്ഥനയോടുകൂടി പൊങ്കാല ഇടാനായിട്ട് ഒരവസരം എനിക്ക് തന്ന അമ്മയ്ക്ക് കണ്ണു നിറഞ്ഞ് നന്ദി പറഞ്ഞുകൊണ്ട് ഈ വർഷത്തെ പൊങ്കാല അങ്ങനെ അവസാനിച്ചു. ഇനി അടുത്ത വർഷം പൊങ്കാലയ്ക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം.